അതിൻ്റെ അപകടങ്ങളെപ്പറ്റി ചിന്തിച്ചോ ചിന്തിക്കാതെയൊക്കെ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ഇങ്ങനെയുള്ള പല യൂട്യൂബേഴ്സിൻ്റെയും ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ അവരൊക്കെ ഒരു സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. വണ്ടികളൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ആ വണ്ടികളുടെ CC ഒക്കെ അടയ്ക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് ഈ കിട്ടുന്നതൊക്കെ പ്രിവിലേജാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ആദ്യം തന്നെ പറയാം, ഇത് സഞ്ജു ടെക്കിയെ തേച്ചൊട്ടിക്കാനുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ചില വ്യക്തികളെക്കുറിച്ചോ ചില കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്കങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നാറില്ല. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ സഞ്ജു ടെക്കി റിലേറ്റഡ് ആണ്. പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ടാവാം, പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടാവാം, ഇനി യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഇങ്ങനെയുള്ളവരെല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയ ഒരു കണ്ടൻറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. അധികം പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് മുന്നോട്ട് പോകാൻ ഒരുപാട് ഹെൽപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം യൂട്യൂബറായ സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടികൾ തൂക്കി വിൽക്കേണ്ടി വരും എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയായിരുന്നു ആ വീഡിയോ വന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ സഞ്ജു ടെക്കി റിലേറ്റഡ് ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കി ഞാൻ അതിനെപ്പറ്റി പറയാം. 1.5 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ, അതായത് കാറിലൊക്കെ ഇരുന്ന് വ്ളോഗ് ചെയ്യുന്ന ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പ് ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് സഞ്ജു ടെക്കി. ആവേശം എന്ന മൂവിയിൽ വണ്ടിയിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സഞ്ജുവിൻ്റെ ടാറ്റ സഫാരി എന്ന വണ്ടിയിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നോക്കി. അതിൻ്റെ അപകടങ്ങളെപ്പറ്റി ചിന്തിച്ചോ ചിന്തിക്കാതെയൊക്കെ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. കംപ്ലീറ്റ് റോങ് ആയിരുന്നു. വണ്ടിയുടെ ബാലൻസ് പോവുകയോ അതുപോലെ തന്നെ ആളുകൾക്ക് അപകടം ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും വെള്ളം ലീക്കായിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആവുകയും നടു റോഡിൽ തന്നെ വെള്ളം ഒഴുക്കി കളയേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ പരിപാടി ഫ്ലോപ്പായി പോയി. വീഡിയോ അത്യാവശ്യം വൈറലായി. MVDയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സഞ്ജുവിനെ വിളിച്ചു വരുത്തി വാണിംഗ് കൊടുത്തു. പിന്നെ നിയമത്തെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് കറക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. കൂടാതെ ചെറിയൊരു പണിഷ്മെന്റ് എന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസത്തേക്ക് സർവീസ് ചെയ്യാനും വിട്ടു. അതോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെയും കഴിഞ്ഞില്ല. പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ വാർത്തകൾ വന്നു. അതിനു പുറകെ MVDയുടെ നടപടിക്രമങ്ങളെ പറ്റിയും ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നത് കൂടുതൽ റീച്ച് കിട്ടാൻ സഹായിച്ചു എന്ന് പറഞ്ഞ് സഞ്ജു ഒരു വ്ളോഗുമായിട്ട് വന്നു. ഇതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് വെറുതെ ഇരുന്നില്ല. സഞ്ജുവിൻ്റെ വണ്ടിയുടെ പെർമിറ്റ് റദ്ദാക്കി സഞ്ജുവിൻ്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് സഞ്ജു ടെക്കിയുടെ ആ ഒരു ഇഷ്യൂ. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ ഒരു വീഡിയോയുടെ കാര്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ വീഡിയോയിൽ പറയുന്നത് സഞ്ജുവിന് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടും വീട്ടിൽ മറ്റാരും വണ്ടി ഓടിക്കാൻ ഇല്ലാത്തതുകൊണ്ടും ഒന്നിൽ കൂടുതൽ വണ്ടികളുള്ള സഞ്ജുവിന് ആ വണ്ടികളൊക്കെ തൂക്കി വിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. വണ്ടികളൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ആ വണ്ടികളുടെ CC ഒക്കെ അടയ്ക്കേണ്ട അവസ്ഥയാണെന്നാണ് സഞ്ജു ഇപ്പോൾ പറയുന്നത്. അപ്പീൽ കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി വക്കീലിനെ സമീപിച്ചപ്പോൾ പോലും വക്കീൽ പറഞ്ഞത് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല, കോടതി വഴി നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഹൈക്കോടതി ഇടപെട്ടൊരു കാര്യമായതുകൊണ്ട് എത്രത്തോളമാണ് ഇതിൻ്റെ ചാൻസ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഒന്നാമത്തെ റീസൺ സഞ്ജു നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ട്. പിന്നെ സംഭവിച്ചത് വാണിംഗ് കൊടുത്ത് വിടാൻ ഉദ്ദേശിച്ച ഡിപ്പാർട്ട്മെൻറ്റിനെ വീണ്ടും പ്രൊവോക്ക് ചെയ്തു. അതൊരു പരിധിവരെ നിയമത്തെ കളിയാക്കുന്ന പോലെയാണല്ലോ. നമുക്കൊക്കെ ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ നിയമങ്ങൾ തന്നെയാണ്. ഇതൊന്നും പറ്റാത്ത രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ നാട്ടിലെ നിയമത്തെ നമ്മൾ വെല്ലുവിളിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ നടപടിക്രമങ്ങളും ഉണ്ടാവും. സഞ്ജുവിന് അത് തന്നെയാണ് സംഭവിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. സഞ്ജുവിൻ്റെ ഫാൻസായ ഒരുപാട് കുട്ടികളും യങ് ജനറേഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ. അവരുടെ കണ്ണിൽ സഞ്ജു വലിയ കാറിൽ കറങ്ങി നടക്കുന്നതും സഞ്ജുവിൻ്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെയുള്ള പല യൂട്യൂബേഴ്സിൻ്റെയും ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ അവരൊക്കെ ഒരു സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആരും നിയമത്തിന് അതീതമല്ലല്ലോ. അങ്ങനെയുള്ളൊരു യൂട്യൂബർ ഇപ്പോൾ ഒരു നിയമത്തിന് അതീതമായ ഒരു കാര്യം ചെയ്യുകയും അത് തൽക്കാലത്തേക്ക് നിയമത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് കരുതുക. ഇതെല്ലാം കണ്ട് ഇൻസ്പയർഡായി വരുന്ന പുതിയ യൂട്യൂബേഴ്സ് വൈറലാവാൻ വേണ്ടി നിയമത്തിന് അതീതമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടാൽ അവരുടെ ജീവിതമായിരിക്കും പോവുക. സഞ്ജുവിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. ആജീവനാന്തം വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ കിട്ടുന്നതൊക്കെ പ്രിവിലേജാണ്. നമുക്ക് വണ്ടി ഓടിക്കാൻ കിട്ടുന്നതെല്ലാം പ്രിവിലേജ് തന്നെയാണ്. ആ ഒരു പ്രിവിലേജ് നമ്മളായിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. അതുമാത്രമല്ല, ഇത് ആ ഒരു വ്യക്തിയെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്, അവരുടെ ഫാമിലിയെയും ബാധിക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവരെ പോലെ ഇതൊന്നും ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും.
സഞ്ജു ഈ ഒരു സംഭവത്തിന് ശേഷം ഇടുന്ന വീഡിയോയുടെ താഴെയൊക്കെ വരുന്ന കമൻസൊക്കെ അതുപോലെ മോശമായിട്ടുള്ള കമൻസാണ്. അതിൽ അച്ഛനമ്മമാരെയും ഫാമിലിയെയും കൂടെയുള്ള ആളുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കമൻറ്റുകൾ വന്നിരുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇങ്ങനൊരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ചു കയറാൻ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാവരും കൂടെ അതെടുത്ത് ആഘോഷമാക്കും. ഇപ്പം ഇന്നത്തെ കാര്യം പറയണല്ലോ, ഉള്ളതും ഇല്ലാത്തതുമായ ക്യാപ്ഷൻസോടുകൂടിയായിരിക്കും വാർത്തകൾ വരുന്നത്. അതിൽ പലതും ശരിയായിരിക്കണമെന്നില്ല. പിന്നെ ആ വ്യക്തിയുടെ പൂർവ്വജന്മങ്ങൾ വരെ തിരക്കിപ്പോയി വാർത്തകളുമായിട്ട് വന്നെന്നിരിക്കും. ഏതായാലും ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെയും ബാധിക്കും. കുറേ നാൾ കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവുമായിരിക്കും. പക്ഷേ ആ ഒരു കുറേ നാളത്തേക്ക് നമ്മുടെ ഫാമിലിയും ഇതിനകത്തേക്ക് വലിച്ചഴിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സഞ്ജുവിൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനും സമാധാനമായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സമാധാനം നശിച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ട്രാഫിക് നിയമത്തിൽ തന്നെ സ്ട്രിക്റ്റായിട്ട് പറയുന്ന ഈ സീറ്റ് ബെൽറ്റ് ഇടാനും ഹെൽമെറ്റ് ധരിക്കാനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് അകലം പാലിക്കാൻ പറഞ്ഞതും മാസ്ക് നിർബന്ധമായിട്ട് ധരിക്കാൻ പറഞ്ഞതും വീടുകളിൽ നിർബന്ധമായിട്ട് ഇരിക്കാൻ പറഞ്ഞതും എല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. ഇതൊക്കെ ലംഘിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ജീവനും ആപത്ത് പറ്റുന്നതിൻ്റെ ഒപ്പം മറ്റുള്ളവർക്കും കൂടെ ആപത്ത് വന്നേക്കാം. സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം സംഭവിച്ചെങ്കിൽ ഇപ്പോൾ സഞ്ജു ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജു കറക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തെറ്റ് മനസ്സിലായെന്നും നിയമങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലായെന്നും പിന്നീടൊരു അവസരത്തിൽ സഞ്ജു പറയുന്നത് കേട്ടു. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം സഞ്ജുവിനെ ഏതൊരു സ്കൂളിൽ അതിഥിയായിട്ട് വിളിക്കുകയും പിന്നീട് വരണ്ട എന്ന് പറയുകയും ചെയ്തതായിട്ട് അറിഞ്ഞു. സഞ്ജു തെറ്റ് മനസ്സിലാക്കിയെന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകൾ കൂടി ഉണ്ടല്ലോ, അവരാണ് സഞ്ജു വേണ്ട എന്ന പക്ഷം പറഞ്ഞത്. സഞ്ജുവിന് ഇതൊരു വലിയ തിരിച്ചറിവായിരിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളൊരു വേദിയിൽ സഞ്ജുവിനെ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് കുറച്ച് കൂടുതലാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സഞ്ജുവിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. സഞ്ജു നമ്മളിൽ ഒരാൾ തന്നെയാണ്. തെറ്റ് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി വരുന്ന സഞ്ജുവിനെ നമ്മൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യണം. തള്ളിക്കളയാൻ എളുപ്പമാണ്. ജെനുവിനായിട്ടാണ് മാറ്റങ്ങളെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വരുന്ന സഞ്ജുവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. സഞ്ജുവിന് ഇപ്പോൾ എന്തായാലും ആ ഒരു ചേർത്ത് നിർത്തലിൻ്റെ ആവശ്യമുണ്ട്. സോ അവനും അവൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ, വളരട്ടെ, ജീവിക്കട്ടെ. ഒപ്പം ഇതിൽ നിന്നെല്ലാം നല്ലതും ചീത്തയും വേർതിരിച്ചെടുത്ത് വേണ്ടത് മാത്രം ഉൾക്കൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയി പിന്നീട് കാണാം. താങ്ക്